അപ്പോൾ ഇത് മാട്ടുപ്പെട്ടി ഫാക്ടറി ഇതെല്ലാം ആക്ച്വലി ടാറ്റയുടെയാണ്. ഇവിടെ മൊത്തം കണ്ണൻ ദേവൻ ഹിൽസിന്റെ ടീ പ്ലാന്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് മൂന്നാറിലെ ഒരു ഫേമസ് അട്രാക്ഷനാണ്. എലിഫന്റിന്റെ മുകളിൽ റൈഡിനായിട്ട് ഫാക്ടറിയുടെ അകത്ത് അവർ എക്സ്പ്ലനേഷൻ തന്നപ്പോഴത്തേക്ക് അവർ സ്പെസിഫിക്കലി പറഞ്ഞു ഇതാണ് ദ ബെസ്റ്റ് ടീ അല്ല, ആക്ച്വലി ഗ്രീൻ ടീ പോലെയാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഓക്സിഡൈസിങ് ഏജൻസ് ഉണ്ട്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാർ ഞങ്ങൾ വിടുന്നില്ല ഗൈസ്, മൂന്നാറിൽ തന്നെയാണ്. ഇത് ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് മൂന്നാറിൽ. അപ്പൊ ഞങ്ങളുടെ പ്ലാനാണ് ഇന്ന് മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയും പിന്നെ എന്താ ഇവിടെ കാർമൽ ഗിരി എലിഫന്റ് പാർക്കും ഉണ്ട്, എലിഫന്റ് സഫാരി ഒക്കെ ചെയ്യാനൊരു സ്ഥലം, അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാരും പോര്, നമുക്ക് ഈ 2 സ്ഥലം അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പോര് എന്തൊക്കെയാണ് വ്യൂ അല്ല നിങ്ങൾ നോക്കിയ എല്ലാ 5 മിനിറ്റിലും കാർ ഓടിച്ച് എല്ലാ 5 മിനിറ്റിലും ഞങ്ങൾ നിർത്തുകയാണ്. വ്യൂ നോക്കിയേ, മൊത്തം ടീം പ്ലാന്റേഷന്റെ. ഇത് മൊത്തം കണ്ണൻ ദേവൻ ടീ പ്ലാന്റേഷൻ ആണ്. ടാറ്റ ഒരു സംഭവം തന്നെയാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കാർമൽ ഗിരി എലിഫന്റ് പാർക്കിലെത്തി. ഇതും വൺ ഓഫ് ദ ഫേമസ് അട്രാക്ഷൻ ആണ് മൂന്നാറിലെ. എല്ലാവരും വരുമ്പോഴത്തേക്കും ആനകളെ കൂടെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥലം, അതാണിത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. കാർമൽ ഗിരി എലിഫന്റ് പാർക്ക് എന്നാണ് പേര്. അപ്പൊ ഞങ്ങളിപ്പോ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് അങ്ങോട്ടേക്ക്. അപ്പൊ ഗൈസ് ഇത് മൂന്നാറിലെ ഒരു ഫേമസ് അട്രാക്ഷൻ ആണ്. എലിഫന്റിന്റെ മുകളിൽ റൈഡിനായിട്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 700 രൂപയാണ്, 2 ആൾ കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ 1400 രൂപ. ഇതാണ് എലിഫന്റിന്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്ഥലം. ഇതുപോലെ 3 സ്ഥലമുണ്ട്, 1, 2, 3. അപ്പൊ 3 ആനകളുണ്ടാവും. ഞങ്ങൾ അപ്പോൾ ചെയ്യേണ്ടത് ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. കാരണം 1 മണിക്കൂർ ക്യൂവിൽ നിൽക്കണം, എന്നാൽ മാത്രമേ എലിഫന്റ് റൈഡിൽ പോകാൻ ഞങ്ങളുടെ നമ്പർ എത്തുള്ളൂ. ഞങ്ങൾ എലിഫന്റ് റൈഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇതിനു മുമ്പ് ഞങ്ങൾ ആക്ച്വലി ആനയെ കുളിപ്പിച്ചിട്ടുണ്ട്, എലിഫന്റ് റൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ദുബാരെ എലിഫന്റ് ക്യാമ്പ് ആൻഡ് സക്രബലിലെ എലിഫന്റ് ക്യാമ്പിൽ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി നോക്കുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിൽക്കാൻ തുടങ്ങിയ 1 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വരും, അത്രയ്ക്ക് സമയമില്ല. അപ്പോൾ ഞങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്, നമുക്ക് പോവാം മാട്ടുപ്പെട്ടി ഡാമിലേക്ക്. അപ്പോൾ ഇത് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്കൂളാണ്, കാർമൽ ഗിരി CMI പബ്ലിക് സ്കൂൾ. മാട്ടുപ്പെട്ടി ഡാം വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു അടിപൊളി ഫീലാണ് ഗൈസ്. നോക്കി എന്ത് ഗ്രീനറി, മൗണ്ടെയിൻ, ഒരു ഡിഫറെന്റ് വൈബ് തന്നെയാണ്. ഞാൻ ഇപ്പൊ ഒരു 3 സ്കൂള് കണ്ടു ഗൈസ്. ഇതൊക്കെ കാരണമാണ് നമ്മളെ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ് ഇത്രയും മുകളിൽ നിൽക്കുന്നത്. മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി 100 meters. അപ്പൊ ഞങ്ങളുടെ അടുത്ത സ്പോട്ടാണ് ഗൈസ് മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി. അപ്പൊ നമുക്ക് നോക്കാം. സമയം ഇപ്പൊ 4:30 ആയി, 5:30 വരെയാണ് ടീ ഫാക്ടറിയുടെ സമയം.
നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് അടുത്ത സ്പോട്ട്, മാട്ടുപ്പെട്ടി ടീ ഫാക്ടറി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോവാണ് ടീ ഫാക്ടറി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോവാം. അതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു അവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ടീ ഫാക്ടറിയുടെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ 2 പേർക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 120 രൂപയാണ്. അപ്പോൾ 2 പേർ കൂടെ ചേർന്ന് 240. ടീ ഫാക്ടറിയുടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോഗ്രാഫി അലൗഡ് ആണ്. എല്ലാം എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അവർ. ഞാൻ മാക്സിമം ശ്രമിക്കാം ഫോട്ടോഗ്രാഫി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ടൈമിംഗ് ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ സ്പെസിഫിക് ടൈം സ്ലോട്ട് ഉണ്ട്. ഈ ടൈം സ്ലോട്ടിലാണ് ടീ വിസിറ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു 10-20-25 മിനിറ്റ് എടുക്കും മൊത്തം വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾക്ക് നെക്സ്റ്റ് വിസിറ്റ് 5 മണിക്കാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യണം. മാട്ടുപ്പെട്ടി ഈ ഔട്ട്ലെറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞില്ല. എന്താണ് തുറന്നത്? ടാറ്റയുടെ ആണ് ചേട്ടൻ പറഞ്ഞു. മാട്ടുപ്പെട്ടി ഔട്ട്ലെറ്റ് 1901 ഫാക്ടറി. ശരി ശരി. കണ്ണൻ ദേവൻ കംപ്ലീറ്റ് ആണ്. ഓ ശരി ശരി. കണ്ണൻ ദേവൻ കംപ്ലീറ്റ്. 1880 ബ്രിട്ടീഷ് കാലത്ത്. 1880 ബ്രിട്ടീഷ് കാലത്ത്. അതടുത്ത് 1922 டாடா. 1972 டாடா. டாடா. சரி சரி. இது எல்லாமே ஒரு 40,000 ஹெக்டேர். 40,000 ஹெக்டேர். 40,000 ஹெக்டேர். ஓகே சரி. 40,000 லேபர். 40,000 லேபர். கம்ப்ளீட்டா கம்பெனி குவார்ட்டர்ஸ் தான். கம்பெனி குவார்ட்டர்ஸ். ஓ எல்லாரும் கம்பெனி குவார்ட்டர்ஸ். கம்பெனி குவார்ட்டர்ஸ். ஓ சரி சரி. கம்பெனி ஹாஸ்பிடல். வருஷத்துல 15 நாள் லீவ் சம்பளம். ஓ சரி சரி. வருஷத்துக்கு இந்த தேசிய விடுமுறை 13 நாள். 13 நாள் அது சம்பளத்தோட லீவ். ഓ ഓക്കെ. ലീവൊക്കെ ഉണ്ട്, ആനുവൽ ലീവ് എല്ലാം ഉണ്ട്. പ്രസവ ലീവ്. இந்த ഇഷ്ടത്തിലുള്ള പള്ളികളും സ്കൂളുണ്ട്. സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയും കമ്പനികളുടെ സ്കൂളാണ്. ഓ ശരി ശരി ശരി. എല്ലാമേ കമ്പനികളുടെ. ശരി ശരി. നല്ലൊരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നു. താങ്ക്സ് ചേട്ടാ. ഞങ്ങൾ ടീ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞത് ആ പുറത്തിറങ്ങി ഗൈസ്. ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയേ അല്ല ചായ ഉണ്ടാക്കേണ്ടത്. നമ്മളെന്താ ചെയ്യുക, പാലും വെള്ളവും എല്ലാം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ചായ പൊട്ടിട്ട് തിളപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയല്ല ചായ ഉണ്ടാക്കാനായിട്ടുള്ളത്. ആദ്യം നിങ്ങൾ വെള്ളം തിളപ്പിക്കണം. എന്നിട്ട് എന്താ പറയുക, ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ചായപ്പൊടി ഇടണം. 2 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് ചായപ്പൊടി ഇടണം. എന്നിട്ട് വെയിറ്റ് ചെയ്യണം 2 മിനിറ്റ്. കവർ അടച്ചു വെച്ചിട്ട്, പാത്രത്തിനെ അടച്ചു വെച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ പാലൊഴിച്ച് മിക്സ് ചെയ്തോണം ചായ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ തിളപ്പിച്ച് ഞാനൊക്കെ 10-15 മിനിറ്റ് ചായ തിളപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ചായ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പഠിച്ചു. അപ്പോൾ നിങ്ങൾ മൂന്നാറിൽ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഈ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യുക. ആക്ച്വലി അടിപൊളിയാണ്, നല്ല ഇൻഫോർമേറ്റീവാണ്. എല്ലാ പ്രോസസ്സും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മാട്ടുപ്പെട്ടി ഫാക്ടറി ഇതെല്ലാം ആക്ച്വലി ടാറ്റയുടെയാണ്. ഇവിടെ മൊത്തം കണ്ണൻ ദേവൻ ഹിൽസിൻ്റെ ടീ പ്ലാന്റേഷനാണ്. ഓക്കെ, അപ്പോൾ അവർ തുടങ്ങിയൊരു പുതിയ ബ്രാൻഡാണ് ഇത്, റിപ്പിൾ ടീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിന് മുമ്പ് അവരെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് ടീ പൗഡർ മാനുഫാക്ചർ ചെയ്ത് ഡിഫറെൻറ്റ് വെൻഡേഴ്സിന് കൊടുക്കും. അതാണ് നിങ്ങൾ കാണുന്ന ബ്രൂക്ക് ബോണ്ട്, താജ് ഗോൾഡ്, താജ്, ഇന്ന് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഇല്ലേ, അവർക്ക് എല്ലാവർക്കും ഇവരാണ് കൊടുക്കുന്നത് മാനുഫാക്ചർ ചെയ്ത്. അപ്പം റെസ്പെക്റ്റീവ് ബ്രാൻഡ് അവരുടെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് മാർക്കറ്റിൽ വിൽക്കും. ഇപ്പോഴാണ് ഇവർ റിപ്പിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ഒരു കൊല്ലമായിട്ട് അഞ്ജലി പറയാണ് മൂന്നാർ വരുമ്പോഴത്തേക്കും വൈറ്റ് ടീ വാങ്ങണമെന്ന്. അങ്ങനെ എത്തി വൈറ്റ് ടീയുടെ അടുത്തേക്ക്. നിങ്ങൾ ഫാക്ടറിയുടെ അകത്ത് അവർ എക്സ്പ്ലനേഷൻ തന്നപ്പോഴത്തേക്ക് അവർ സ്പെസിഫിക്കലി പറഞ്ഞു ഇതാണ് ദ ബെസ്റ്റ് ടീ. ടീ അല്ല, ആക്ച്വലി ഗ്രീൻ ടീ പോലെയാണ്. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഓക്സിഡൈസിങ് ഏജൻസ് ഉണ്ട്. ബെറ്റർ ദാൻ ഗ്രീൻ ടീ ആൻഡ് ഓക്സിഡൈസിങ് ആൻഡ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്. And it also destroys cancerous cells. It prevents many of the diseases. You can Google it. ये एक्चुअली टी का लीफ जो आता है ना, तो इसमें जो सबसे पहला वाला बड रहता है, वो लीफ, वो बड को अलग करके और ड्राई करके पैक करते हैं. तो बस 2 या 3 लीफ लेकर के बॉइल्ड वाटर में डालना है एंड देन उसको वेसल का लिड लगा के ढक कर छोड़ना है.
उसके बाद आप वो लीफ को भी कंज्यूम कर सकते हैं एंड देन यू कैन ड्रिंक दैट टी. അപ്പോൾ നിങ്ങൾ വൈറ്റ് ടീ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ബോയിൽഡ് വാട്ടറിൽ 2-3 ലീഫ് ഇട്ടാൽ മതി. അതിന് ശേഷം അതിന് തിളപ്പതിന് ശേഷം എന്താ പറയുക അത് കുടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ലീഫ് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വൈറ്റ് ടീയിലും 2 ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ഒന്ന് സിൽവർ ടിപ്സും ഒന്ന് പ്രീമിയവും. ഈ സിൽവർ ടിപ്സ് എന്ന് പറയുമ്പോൾ കണ്ണൻ ദേവൻ്റെ ഒത്തിരി എസ്റ്റേറ്റ് ഉണ്ട്, അതിൽ നിന്നും സെപ്പറേറ്റ്ലി പ്ലക്ക് ചെയ്തെടുത്ത് എന്താ പറയുക വൈറ്റ് ടീ ബഡ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ണൻ ദേവിൻ്റെ സ്പെസിഫിക് റീജിയൻ ഉണ്ട്, അവിടെ നിന്ന് പ്ലക്ക് ചെയ്തെടുത്ത് വൈറ്റ് ടീ ബഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈറ്റ് ടീ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് അറൗണ്ട് 100 rupees ഉണ്ട്, 150 rupees ഉണ്ട്. एसेंशियल ऑयल अंजलि कुलिके बोलना होगा टी फैक्ट्री से आकर के एसेंशियल ऑयल खरीद रहे हैं. So we took white tea and 4 essential oil. So if you buy 4 essential oil, 1 essential oil is free. സെയിം ടീ ലീഫ് ബോയിൽ ചെയ്ത് 3 തവണ ഉപയോഗിക്കാം. വൈറ്റ് ടീയിലെ ഇപ്പം 3 ലീഫ് നിങ്ങൾ ഉപയോഗിക്കണം ഒരു നേരത്തേക്ക്. അത് ബോയിൽ ചെയ്തതിന് ശേഷം 3 തവണ സെയിം ലീഫ് ഉപയോഗിക്കാം ടീ ഉണ്ടാക്കാനായിട്ട്. ലാസ്റ്റ് കൺസ്യൂം ചെയ്യാം. हाँ, टी का कितना सारा डिमांड है देखिए. चलो बैक टू होटल. അപ്പൊ ഞങ്ങള് ടീ ഫാക്ടറി എല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ഡിന്നർ ഇന്ന് എന്താ റൂം ഡൈനിങ് ആണ് ഗൈസ്. അപ്പൊ അഞ്ജലി ഇന്ന് പുലാവ് ഓർഡർ ചെയ്തു. വാവ് കൊള്ളാം. ആൻഡ് ഞാൻ ആക്ച്വലി ബിരിയാണി, നമ്മുടെ ചിക്കൻ ബിരിയാണി, കേരളത്തിൽ ഒന്നും ഒരിക്കലെങ്കിലും ബിരിയാണി കഴിക്കണ്ടേ ഗൈസ്. ഞാൻ ഈ വന്നതിന് ശേഷം 3 ട്രിപ്പിൽ ഒരു തവണ പോലും ബിരിയാണി കഴിച്ചില്ല. അപ്പൊ ഇന്ന് എന്തായാലും ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് ചിക്കൻ ബിരിയാണി. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടമുണ്ട്, റൈത്തയുണ്ട്, പിക്കിളുണ്ട്. അഞ്ജലി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നാലെയായിരുന്നു. ഐസ്ക്രീം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്, വേറെ ഒരു പരിപാടിയില്ല. ആക്ച്വലി വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നാളെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോവാണ്. അതിന് മുമ്പ് നാളെ പറ്റുമെന്ന് 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ആ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അഞ്ജലി കഴിച്ചു തുടങ്ങി. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അതുവരെ ഇഡ്ഡലിയുണ്ട്. ഓ സാമ്പാറാണ്. അപ്പം ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന്. ഞാൻ അപ്പം എടുത്തത് ചിക്കൻ കറിയാണ്, അവല്, പിന്നെ ഇത് സേമിയ സ്വീറ്റ്. അഞ്ജലി ഇഡലിയുടെ ആളാണ്. ഇഡലി, വട, സാമ്പാർ. ഉപ്മ എടുത്തു. അപ്പം ഇത് അടുത്ത ദിവസമാണ്. ഞങ്ങൾ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഈ ഹോട്ടൽ ഗോൾഡൻ പാലസ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. അപ്പോൾ അതിന്റെ വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അതിന് മുമ്പ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആണ്. മൂന്നാറിലെ 5 ദിവസം മൂന്നാറിൽ അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ്. തിരിച്ച് പോകാനെടുത്ത റൂട്ട് സേലം ഈറോഡാണ്. ഇനി വീട്ടിലെത്താം. 5 ദിവസം മൊത്തം ബാംഗ്ലൂർ കറങ്ങി, 5 ദിവസം മൊത്തം മൂന്നാർ കറങ്ങി. പിന്നെ തിരിച്ച് ഡയറക്റ്റ് സേലം ഈറോഡ് വഴി ബാംഗ്ലൂർ പോവാം. എല്ലാവർക്കും ഞങ്ങളുടെ മൂന്നാർ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടിപൊളി സീരീസുമായിട്ട് അടുത്ത തവണ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ അഞ്ജലി. Bye bye.